സെറ്റപ്പ് ഒക്കെ കാണുമ്പോൾ പണ്ട് ഞാൻ ടി വിയിൽ ചെയ്തുകൊണ്ടിരുന്ന കുക്കറി ഷോ ഒക്കെ ഓർമ്മ വരികയാണ് എനിക്ക്. രാമൻകുട്ടി ഉദ്ദേശിച്ച മറ്റേതല്ലേ? എന്നാൽ ഞാൻ ഉദ്ദേശിച്ചത് അതല്ല. ജയ് ഹിന്ദ് ടി വിയിലായിരുന്നു കേട്ടോ ഞാൻ കുക്കറി ഷോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ കൗമുദി ടി വിയിലും കോവിഡ് സമയമൊക്കെ ആയപ്പോഴത്തേക്കും എല്ലാവർക്കും കോവിഡൊക്കെ വന്നിട്ട് അവസാനം വേറെ കുറേ സ്റ്റാഫ് എൻ്റെ വീട്ടിൽ തന്നെ ആയിരുന്നു ഷൂട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അല്ല, ഇവിടെ ഇപ്പോൾ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഓഫീസിൽ നിന്ന് ആനുവൽ ഗിഫ്റ്റായിട്ട് ഒരു സാൻഡ്വിച്ച് മേക്കർ തന്നു, ഫിലിപ്സിൻ്റെ. അടിപൊളി സാധനമാണ്. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഓഫീസിലാർക്കും സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ അറിയത്തില്ല. നമ്മുടെ ഈ സാധനം നേരത്തെ ഉണ്ടെന്നേ. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവക്കാട് ടോസ്റ്റൊക്കെ ഉണ്ടാക്കാറുണ്ട്. എന്നാൽ പിന്നെ ഒരു വീഡിയോ ആവാൻ വിചാരിച്ചു. അപ്പം സംഭവം ശ്രദ്ധിച്ച് കേട്ടോ, സിമ്പിളാണ്. ഇതിനങ്ങോട്ട് പ്ലഗ് ചെയ്യുക, അപ്പോഴത്തേക്കും ആ റെഡ് ലൈറ്റ് കത്തും. എന്നിട്ട് ദേ സൂക്ഷിച്ച് നോക്കിക്കോ, ദേ ഇതുപോലെ പച്ച ലൈറ്റ് കത്താൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ പ്രീ ഹീറ്റ് ആയി സംഭവം എന്നാണ് അതിൻ്റെ അർത്ഥം. എന്നിട്ട് പതുക്കെ ഇതിനങ്ങോട്ട് ഓപ്പൺ ചെയ്യുക. ആദ്യമായിട്ട് ഓപ്പൺ ചെയ്യുമ്പോഴും അടയ്ക്കുമ്പോഴും കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ഒന്ന് പ്രസ് ചെയ്തിട്ട് ചെയ്താൽ മതി. തുറക്കുമ്പോൾ കുറച്ച് ആവിയൊക്കെ വരും, പേടിക്കേ ചെയ്യണ്ട. ഇനി ബട്ടറോ ഗീയോ നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതെടുക്കുക, ആ ഗ്രില്ലിലേക്ക് ജസ്റ്റ് ഒന്ന് പുരട്ടി കൊടുക്കുക, അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ എന്താ, സിമ്പിൾ അല്ലേ? നേരെ ബ്രെഡ് എടുത്ത് വെക്കുക. സാൻഡ്വിച്ചിന്റെ ഫില്ലിംഗ് എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് ഉണ്ടാക്കുക. ഉണ്ടാക്കിയതിന് ശേഷം ബ്രെഡിനകത്തേക്ക് ആ ഫില്ലിംഗ് വെച്ച് കൊടുക്കുക. എന്നിട്ട് പിന്നെ അതിൻ്റെ പുറത്ത് ഒരു ബ്രെഡും കൂടെ വെച്ചിട്ട് അടയ്ക്കുക. അത്രേ ഉള്ളൂ, സിമ്പിൾ. അപ്പോൾ ഞാൻ ഇവിടെ ഈ ഒരു ഫില്ലിംഗ് ഉണ്ടാക്കിയിരിക്കുന്നത് മയണൈസ്, സവോള, ക്യാബേജ്, ക്യാരറ്റ് ഇത്രയും വെച്ചിട്ടാണ്. ക്യാരറ്റ് അരിഞ്ഞെടുക്കാനുള്ള മടി കാരണം മിക്സിയിലിട്ട് അടിച്ചു. അപ്പോഴത്തേക്കും അത് കുറച്ച് ജ്യൂസായി പോയി. അതിൻ്റെയാണ് ഈ ഒരു കളറ് കാണുന്നത്. ഇനി ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടെ ബട്ടർ ഇതുപോലെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ക്ലോസ് ചെയ്ത് വെക്കുക. ഇനി നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു റെഡ് ലൈറ്റ് പച്ച ലൈറ്റ് കത്തുന്ന വരെ പിന്നെയും വെയിറ്റ് ചെയ്യുക. കത്തിക്കഴിഞ്ഞാൽ റെഡി. അപ്പം ഇങ്ങനെ പൊളിയല്ലേ? ഇനി ഒന്ന് കേട്ട് നോക്കിയേ. അയ്യവാ. അപ്പോൾ ഇത് യൂട്യൂബ് ചാനലാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ റൈറ്റ് സൈഡിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഓഫീസിലാവണമെന്നില്ല, നിങ്ങൾക്ക് ഓൺലൈൻ വഴിയും പർച്ചേസ് ചെയ്യാം. അല്ല, നിങ്ങൾ ഇൻസ്റ്റഗ്രാമിലാണ് കാണുന്നതെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നില്ല? അപ്പോൾ എൻ്റെ ചാനലിൽ ഈ വീഡിയോ എടുക്കുക, ലിങ്ക് വഴി പർച്ചേസ് ചെയ്യുക. ബൈ.